അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അലവി സഖാഫിയോട് ഒരു ചോദ്യം കൂടി, അവസാനത്തെ ചോദ്യമാണ്. ഈ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, ആരും ചിരിക്കൊന്നും വേണ്ട, അതൊരു പ്രയാസമല്ല. ഇൽമിന്റെ സദസ്സാണ്, ധാരാളം മലായിക്കത്തുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അപ്പോ ബഹുമാന്യനായ അലവി സഖാഫി, അവസാനത്തെ ചോദ്യമാണ് ഈ വിനീതന്റെ ഈ ഉള്ളവന്റെ. വഫാത്തായ മഹാത്മാക്കൾ ജീവിച്ചിരിക്കുന്നവർക്ക് എന്താണ് സബബ്? ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? അതായത് അവരോട് ഇസ്തിഗാസ നടത്താൻ, അതായത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും വഫാത്തായ മഹാത്മാക്കളോട് പറയാൻ അള്ളാഹു സബബാക്കിയിട്ടുണ്ടോ? ഏതായത്തിന്റെ അടിസ്ഥാനത്തിൽ? ആ സബബ് ഒന്ന് വിശദീകരിക്കും. അതിന്റെ മറുപടി ഞാനാ പറയണേ. ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചാണ്. എന്റെ ചെറുപ്പകാലത്തിന് വളരെ പരിചയമുള്ള സഖാഫി. ചോദ്യം: വഫാത്തായ മഹാത്മാക്കൾ, അവരോട് ജീവിതായ മഹാത്മാക്കളെ പറ്റിയാണ് ചോദ്യം. അതെ അതെ. വഫാത്തായ മഹാത്മാക്കളെ സംബന്ധിച്ചാണ്. അതെ, മനസ്സിലായല്ലോ? ചോദിക്കുന്നത് വഫാത്തായ മഹാത്മാക്കൾ. ഈ മഹാത്മാക്കൾ എന്ന് പറഞ്ഞ ആരാണ്? ഇതിന് മറുപടി നിങ്ങൾ പറയും. അമ്പിയാക്കൾ. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നാം സ്ഥാനം. അമ്പിയാക്കൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. മഹാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ. അത് മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മഹാത്മാവാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ ഔലിയാക്കൾ, അമ്പിയാക്കൾ. ഞാനും മഹാത്മാവാണ്. അല്ലെ, ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. നിങ്ങൾ മഹാത്മാവാണല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. ഞാനും പറയണത് ഞാൻ മഹാത്മാവാണ്. വഫ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്നത് കുറച്ച് ഞാൻ മരിക്കും. അതിന് ശേഷം പറ്റുമല്ലോ, അപ്പൊ പറയാം. നിങ്ങളെ പറയട്ടെ നിങ്ങളെ വഫാത്തായതിന്റെ ശേഷം ആരെങ്കിലും മഹാത്മാവാണെങ്കിൽ ഓക്കെ, നിങ്ങളെ ശിഷ്യൻ ഞാൻ മഹാത്മാവാണോ അല്ലയെന്നാ ചോദിക്കണത്. അള്ളാഹുവിനറിയാം. അപ്പൊ ഞാൻ മഹാത്മാവാണ്, നിങ്ങൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. മഹാത്മാവാണെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം എന്നോട് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ ചോദിക്കണത് മഹാത്മാവാണെങ്കിൽ എന്നല്ലേ? ഞാൻ മഹാത്മാവാണ്, മരിച്ചതിന് ശേഷം എന്നോട് ചോദിച്ചോളി, ഒരു കുഴപ്പമില്ല. ഇവിടെ സമയം കളയണ്ട. ഞാൻ അലവി സഖാഫിനോട് അലവി സഖാഫിനോട് വിനീതമായിട്ട് പറയട്ടെ. ഞാൻ അലവി സഖാഫിയുടെ മുഖാമുഖത്തിനാണ് വന്നത്. നിങ്ങളെ മുഖാമുഖത്തിന് വന്നിട്ടില്ല. ഞാൻ അലവി സഖാഫിയുടെ മുഖാണ് നോട്ടീസിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ. മാത്രമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അത് മാത്രമേ ഉള്ളൂ കാര്യം പറഞ്ഞു. നോട്ടീസ് എങ്ങനെ ഉണ്ട്? അലവി സഖാഫിനെ മാത്രം വെച്ച നോട്ടീസ് ഉണ്ട്. എന്തിനാ വെറുതെ സമയം കളയുന്നത്? സമയം എന്തിനാ കളയുന്നത്? പെർമിഷൻ കഴിഞ്ഞ് സംസാരിക്കുകയാണ്. പെർമിഷൻ കഴിഞ്ഞ് വിളിച്ചോട്ടെ. അലവി സഖാഫി മറുപടി ഇല്ലല്ല. അലവി സഖാഫി മറുപടി നിങ്ങളോട് ചോദിച്ചിട്ടില്ല. വെറുതെ എന്തിനാ തർക്കിക്കണേ? ഇസ്ലാമിലെ തർക്കല്ല. ഇസ്ലാമില് തർക്കല്ല. ഞാൻ ഇൽമിയായി പഠിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ താലിബുൽ ഇൽമി. ഞാൻ ഇൽമ നേടാൻ വേണ്ടി വന്നതാ. നിങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചു തരാം.